ഇതാണ് കൊലുക്കുമലയുടെ ഒരു വ്യൂ പോയിന്റ്. ഇത് ഫുള്ളായിട്ടും കാണുന്നത് കംപ്ലീറ്റ് ബോഡി നായ്ക്കുന്നത് തേനി ഡിസ്ട്രിക്റ്റാണ്. ഇത് ഫുള്ളും വ്യൂവും തേനി ഡിസ്ട്രിക്റ്റാണ്. അവിടെ ഒരു സിറ്റി കാണുന്നുണ്ട്, അതാണ് ബോഡി നായ്ക്കുന്ന ഒരു ടൗണാണ്. ഇവിടെ കാണിക്കുന്നത് വന്നിട്ട് കൊരങ്ങണി വില്ലേജ്. ഇവിടെ കുറേ തമിഴ് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ലാസ്റ്റ് കാണുന്നതാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. ലാസ്റ്റ് സൈറ്റ് സീൻ പോയിൻ്റാണ് അവിടെ മൂന്നാർ. ഇത് ഫുള്ളും തമിഴ്നാട് വ്യൂ ആണ്. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് ഇത് കേരള തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് 2 സൈഡുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ ഉള്ളതും ഫുൾ കംപ്ലീറ്റ് കേരളത്തിൻ്റെ വ്യൂ ആണ്. ഇത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ തേയിലത്തോട്ടമാണ്. ഇത് உங்களுக்கு பேரு? காந்தி சார். காந்தி காந்தி காந்தி. இங்கே எஸ்டேட்லையா பணி? ஆமாம் சார். எவ்வளோ காலம் ஆச்சு இங்கே? இங்கே பிறந்து வளர்ந்தேன் சார். இந்த கொல்குமலை எஸ்டேட்டா இது? இங்கே எஸ்டேட்டில் பணி வந்துட்டு எவ்வளோ வருஷம் ஆச்சு? 10-20 வருஷம். 30 வருஷம் ஆச்சு. இப்போ பணி எப்படி இருக்கு? காலையில் 8 மணிக்கு ஸ்டார்ட் பண்ணிட்டு 2 மணிக்கா? வீட்டில் யாரெல்லாம் இருக்கு? வீட்டில் பொண்ணு கட்டி கொடுத்தா சார். വിസ്മയിപ്പിക്കുന്ന ഗാംഭീര്യം, താരതമ്യം ചെയ്യാനാകാത്ത മനോഹാരിത. 1862 ആനമുടിയിലെത്തിയ ജനറൽ ഹാമിൽട്ടൺ അതിൻ്റെ സൗന്ദര്യം കണ്ട് ആനമുടിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. വളരെ സാഹസികമായിട്ടായിരുന്നു ജനറൽ ഹാമിൽട്ടൻ്റെ യാത്ര. അദ്ദേഹം വഴി കണ്ടെത്തിയിരുന്നത് ആനകൾ സഞ്ചരിച്ച വഴിത്താരകൾ നോക്കിയിട്ടായിരുന്നു. 1890 ജനറൽ ആർതർ വെല്ലസി ടിപ്പുവിനെ തുരത്താനും അന്ന് ടിപ്പുവിൻ്റെ തിരുവിതാംകൂറിലുള്ള പ്രയാണം തടയാനുമാണ് ഇവിടെ എത്തിയത്. എന്നാൽ അന്ന് അദ്ദേഹത്തിന് ടിപ്പുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടിപ്പു മറ്റൊരു വഴിയിലൂടെ മാറിപ്പോവുകയായിരുന്നു. 1880കളുടെ അവസാനം ഇവിടെ കേണൽ മൺറോ വന്നു. കേണൽ മൺറോ മദ്രാസ് പ്രസിഡൻസിക്ക് വേണ്ടിയും തിരുവിതാംകൂർ സർക്കാരിന് വേണ്ടിയും ഈ അതിർത്തി പരിശോധിക്കാൻ എത്തുകയും അദ്ദേഹമാണ് കണ്ണൻ ദേവൻ മലനിരകൾക്ക് അദ്ദേഹത്തിനെ തുടർന്നാണ് ഈ പേര് വരുന്നത്. ഈ ജനറൽ മൺറോയെ സഹായിച്ച 2 വ്യക്തികളാണ് കണ്ണനും തേവനും. അവർ ഇവിടുത്തെ മുതുവ സമുദായത്തിൽപ്പെട്ടവരാണ്. മധുരയിൽ നിന്ന് ബോഡി നായ്ക്കൂർ വഴി ഇവിടെ വന്ന മുതുവ സമൂഹത്തെക്കുറിച്ചും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സമൂഹത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എണ്ണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളാണ് ശരിക്കും ഈ ഭൂമിയുടെ യഥാർത്ഥ ആൾക്കാർ. അപ്പോൾ ഇവിടെ സ്കൂളൊക്കെ ഇഷ്ടം കുട്ടികളൊക്കെ ഇപ്പോൾ പഴയ കാലമൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ പോകണം. ഇപ്പൊ കൃഷിപ്പണിയാണോ കാര്യമായിട്ട്? ഇപ്പൊ കാര്യമായിട്ട് കൃഷിപ്പണികളാണ്. കൃഷിപ്പണിയാണ്. പിന്നെ കൂലിപ്പണിക്ക് പോകണം. കൂലിപ്പണിക്ക് നമ്മുടെ സ്വന്തം പണിയില്ലാത്ത സമയത്ത് കൂലിപ്പണിക്ക് പോകും. ആധുനിക മൂന്നാറിൻ്റെ ശില്പിയാണ് ശരിക്കും ടോബി മാർട്ടിൻ. മൂന്നാറിനൊരു റെയിൽവേ ഉണ്ടായിരുന്നു. അതും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോ റെയിൽവേ 1903. ആ റെയിൽവേക്ക് തുടക്കമിട്ടത് ടോബി മാർട്ടിനാണ്. അതുപോലെ തന്നെ പിന്നീട് ഈ മോണോ റെയിൽവേ നാരോ ഗാരേജായി മാറി 1900 അവസാന ഘട്ടത്തിൽ. അതിനും തുടക്കമിട്ടത് ടോബി മാർട്ടിനാണ്. ഇവിടുത്തെ പ്രധാനമായ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള റോഡുകളും പല റോഡുകൾക്കും തുടക്കമിട്ടതും ടോബി മാർട്ടിനാണ്. അപ്പം 1924 വെള്ളപ്പൊക്കത്തിൽ ഈ റെയിൽവേ തകരുകയും ഇവിടുത്തെ പവർ ഹൗസിനൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും റോഡുകളൊക്കെ നശിക്കുകയും ചെയ്തു. ഈ മനോവേദന ടോബി മാർട്ടിന് നന്നായിട്ടുണ്ടായിരുന്നു. 1926 ടോബി മാർട്ടിൻ മരിക്കുന്നു.
ഹൈ റേഞ്ച് മേഖലയിലെ ആദ്യ ചർച്ചാണ് ഈ കാണുന്ന മൂന്നാറിലെ മൗണ്ട് കാർമൽ ചർച്ച്. 1898 സ്പാനിഷ് മിഷണറിയായ സെൻറ്റ് അൽഫോൺസാണ് ഈ പള്ളി നിർമ്മിക്കാൻ മുൻകൈ എടുത്തത്. ഈ പള്ളിക്കൊരു പ്രത്യേകത കൊണ്ട് ഓസ്കാർ അവാർഡ് നേടിയ ആംഗ്ലിയയുടെ ലൈഫ് ഓഫ് പൈ എന്ന വിഖ്യാത ചിത്രം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പള്ളിയിൽ വെച്ചാണ്. ഈ ലൈഫ് ഓഫ് പൈ എന്ന നോവൽ എഴുതിയ യാങ് മാർട്ടിൻ അദ്ദേഹം നിരന്തരമായിട്ടൊരു മൃഗശാലയിൽ വന്ന് മൃഗങ്ങളുടെ സ്വഭാവത്തെ നിരീക്ഷിച്ചിരുന്നു. അത് തിരുവനന്തപുരത്തെ മൃഗശാലയാണ്. ആ സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ പോണ്ടിച്ചേരിയും മൂന്നാറും ഒക്കെ ആയിട്ടായിരുന്നു ചിത്രീകരിച്ചത്. മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത പ്രണയകഥയിലെ നായികയാണ് എലനോർ ഇസബെൽ മേ. 23-ാമത്തെ വയസ്സിൽ മൂന്നാറിലെത്തി മൂന്നാറിൻ്റെ ഭംഗി കണ്ട് മൂന്നാറിൻ്റെ അതിമനോഹരമായ ഭൂപ്രകൃതി കണ്ട് തന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണമെന്നും താൻ മരിച്ചാൽ തന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണമെന്നും ഒരിക്കലും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകരുതെന്നും പറഞ്ഞ ഇസബെൽ മേ വരുന്ന വഴിയിൽ പള്ളിവാസലിൽ കാണപ്പെടുന്ന ഒരു മക്ബറയാണിത്. പീർ മുഹമ്മദ് എന്ന സൂഫി വര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മക്ബറ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1817 കേണൽ ബിസ്വാർഡ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വരുന്ന വഴിയിൽ ആനകളുടെയൊക്കെ ആക്രമണമൊക്കെ നേരിട്ടു. അതുപോലെ തന്നെ വളരെ സാഹസികമായിട്ടാണ് ഇവിടെ എത്തിയത്. അന്ന് ഇത്തരത്തിലൊരു മക്ബറ ഇവിടെ കണ്ടുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൽവിളക്ക് പള്ളി എന്നുകൂടെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കാളിയമ്മൻ ക്ഷേത്രമുണ്ട്. ഈ പീർ മുഹമ്മദ് എന്നുള്ള പേര് കൗതുകകരമാണ്. കാരണം ഈ തമിഴ്നാട്ടിലെ തക്കലയിൽ അടക്കം ചെയ്തിരിക്കുന്ന സൂഫി വര്യൻ്റെ പേര് പീർ മുഹമ്മദാണ്. അതുപോലെ തന്നെ ഈ പീരുമേട് എന്നുള്ള പേര് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശം അദ്ദേഹത്തിന് പതിച്ചു കൊടുത്ത സ്ഥലം എന്നാണ് പീരുമേട് അറിയപ്പെടുന്നത്. ഇവിടെയും ഒരു പീർ മുഹമ്മദ് എന്ന് കാണാം. അപ്പോൾ ഈ ദർഗ ഇപ്പം കമ്പനിയുടെ കീഴിലാണ് ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്.